ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കുന്ന പാർലമെന്ററി സംഘങ്ങളിലൊന്നിന്റെ തലവനായ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ കോൺഗ്രസിനകത്ത് പടനീക്കം. പ്രതിപക്ഷത്തു നിന്നുള്ള സുപ്രിയ സുലെ, കനിമൊഴി തുടങ്ങിയവരും സംഘങ്ങളെ നയിക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തി എന്നതിന്റെ പേരിൽ ശശി തരൂരിനെതിരെ നീങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ശശി തരൂർ BJPയുടെ സൂപ്പർ വക്താവായി മാറിയെന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് ആരോപിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഉദിത് രാജിനെ തള്ളിപ്പറയുന്നതിന് പകരം ആ പ്രസ്താവന ഏറ്റുപിടിക്കുകയാണ് ചെയ്തത്. 2016 ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയത് എന്നും കാർഗിൽ യുദ്ധസമയത്ത് പോലും LOCയോ അന്താരാഷ്ട്ര അതിർത്തിയോ ഇന്ത്യ കടന്നിരുന്നില്ലെന്നുമാണ് ശശി തരൂർ പറഞ്ഞിരുന്നത്. ഇതും കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചു. മൻമോഹൻ സിംഗിന്റെ കാലത്തും സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതേസമയം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇതിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന് പറയുന്നുണ്ട്. ശശി തരൂരാകട്ടെ താൻ സമീപകാല സംഭവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെന്നും വിശദീകരിക്കുന്നു. തനിക്കെതിരെ പ്രസ്താവന നടത്തുന്നവരോട് ട്രോളുകൾക്ക് സ്വാഗതം എന്നാണ് തരൂർ പറഞ്ഞത്. അതേസമയം BJP ചോദിക്കുന്നത് ശശി തരൂർ വിദേശത്ത് പോയി മോദിയെ വിമർശിക്കണമായിരുന്നുവോ എന്നാണ്. ഏതായാലും തരൂരിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. തരൂരിനെതിരെ നടപടിയെടുത്ത് BJP ഒരുക്കിയ കെണിയിൽ കുരുങ്ങരുത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്ന കോൺഗ്രസുകാരുമുണ്ട്.